ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിറം ഡിസൈൻ്റെ പുതിയൊരു സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പഫ് സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ സാധാരണ നോർമൽ സ്ലീവ് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിപ്പോൾ ഇതിപ്പോൾ എടുക്കുന്നത് ഒരു പാറ്റേൺ ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കൊരു പാറ്റേൺ കട്ട് ചെയ്യാം. ഇപ്പോൾ ഈ നോർമൽ സ്ലീവിൻ്റെ കട്ടിങ് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ നോർമൽ സാധാരണ സ്ലീവ് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇത് തയ്യൽ തുമ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതിൽ ലെങ്ത് വന്നിട്ട് 10 ഇഞ്ചാണ് ഇതിൽ ലെങ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിതൊരു പേപ്പറിലോട്ട് സാധാരണ സ്ലീവ് കട്ട് ചെയ്തു. ഇനി ഇതിലെ പഫിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 6 ഇഞ്ച് ലെങ്തും അതുപോലെ തന്നെ 4 ഇഞ്ചാണ് ഇതിലെ ബോർഡർ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഈ 4 ഇഞ്ച് ഇവിടുന്ന് ഇതുപോലെ തന്നെ ഇനി ഈ ഭാഗം നമുക്ക് വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇത് പഫ് സ്ലീവിൽ ലൈനിങ് ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ്ങിൻ്റെ പീസ് നമ്മൾ സാധാരണ സ്ലീവിന് എങ്ങനെയാണോ മടക്കിയിടുന്നത് അതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് മടക്കിയിട്ടേക്കാണ്. ഇതിലേക്ക് നമുക്ക് ഇനി ഈ പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മൾ പഫ് സ്ലീവിൽ എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടതെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. ഇതിലാദ്യം നമുക്കൊരു 4 ഇഞ്ച് ഇവിടുന്ന് ഒരു തയ്യൽ തുമ്പിനായിട്ട് കൊടുക്കുക. നമ്മൾ ഈ ബോർഡറും ഇതും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു തയ്യൽ തുമ്പ് ആവശ്യമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊരു 4 ഇഞ്ച് കൊടുക്കാം. ഇനി മുകളിൽ നിന്ന് താഴോട്ട് നമുക്കൊരു 5 മാർക്ക് ചെയ്യണം. 3 വേണമെങ്കിൽ നമുക്ക് പഫിൻ്റെ ഇതിന് ആവശ്യമായിട്ടുള്ളത് 3 മതിയാവും. കുറച്ചുകൂടി നല്ല പ്ലീറ്റ്സ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 5 ഒക്കെ കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഞാനിതിൽ 5 എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ 5-ൻ്റെ അവിടെ നമുക്കിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഈ വരയുടെ അവിടെ മുതലാണ് സാധാരണ നമ്മൾ ഈ സാധാ സ്ലീവ് വരുമ്പോൾ ഇത്രയാണല്ലോ, നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗം കറക്റ്റായിട്ട് വെച്ച് നമുക്കിതിങ്ങനെ വരച്ച് കൊടുക്കാം. ഇനി ഇവിടെ വരെ സാധാരണ സ്ലീവിൻ്റെ അതുവരെ നമ്മൾ വരച്ചതിന് ശേഷം ഈ മുകളിലത്തെ പാർട്ട് സാധാ സ്ലീവിൻ്റെ ഇതെവിടുന്ന് എത്രയാണെന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ വയ്ക്കുമ്പോൾ നോർമലി ഇവിടെയാണ് നമുക്ക് ഈ വര വരുന്നത്. ഇപ്പം നമുക്ക് ഈ സാധാരണ ഈ പഫിൻ്റെ ഇത് വരുമ്പോൾ ഒന്നല്പം പൊങ്ങിയിട്ടാണല്ലോ അതിൻ്റെ ആ ഒരു പഫ് കറക്റ്റായിട്ടൊന്ന് നല്ല വിരിഞ്ഞ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ലെങ്ത് ആവശ്യമാണ്. ഇനി നമ്മൾ ഇവിടുത്തെ ഈ സ്ലീവിൻ്റെ ഇവിടെ വെച്ചില്ലേ ഈ ഭാഗം മുതൽ മുകളിലോട്ട് ഇവിടുന്ന് 1.5 ഇഞ്ച്, ഇത് സാധാരണ നോർമൽ സ്ലീവ് വരുന്നത് അവിടെ മുതൽ മുകളിൽ 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് ലെങ്ത് കൂടുതലായിട്ടാണല്ലോ എടുത്തിട്ട്, അപ്പോൾ അവിടെ വരെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ തന്നെ ഈ ബാൻഡിൻ്റെ സൈഡ്, അതായത് നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടില്ലായിരുന്നോ അതിൽ ആ ഭാഗം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് മെയിൻ പീസ് ഈ ലൈനിങ് വെച്ചിട്ട് മെയിൻ പീസ് കട്ട് ചെയ്തെടുക്കാം. ഇത് ലൈനിങ്ങും നല്ല വശവും നമ്മളെ ലൈനിങ്ങുമായിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ്. നമ്മൾ ലൈനിങ് ഉള്ള തുണി സ്റ്റിച്ച് ചെയ്യണത് മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗം നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഫ്രണ്ട് കുഴിച്ച് വെട്ടുന്ന ഭാഗവും കൂടെ കുഴിച്ച് തന്നെ വെട്ടുക. അല്ലെങ്കിൽ പിന്നെ നമ്മളിത് വെച്ചതിന് ശേഷം നമുക്ക് പ്ലീറ്റൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ 2 സൈഡ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ
നമ്മളത് കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം തയ്യൽ തൂമ്പ് കഴിഞ്ഞിട്ട് മുകളിലോട്ട് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 സൈഡിലും ഈ ഇവിടെയും ഇവിടെയായിട്ട് നമുക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു 4 ഇഞ്ച് വീതിയിൽ പ്ലീറ്റ് പിടിച്ചു കൊടുക്കാം. ഇപ്പുറത്തെ സൈഡിൽ പിടിക്കുമ്പോൾ ഒരു സൈഡിൽ പിടിച്ചതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ പിടിക്കുമ്പോൾ പ്ലീറ്റ് എങ്ങോട്ടാണോ ഇട്ടത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വേണം പ്ലീറ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഈ ബാൻഡ് തയ്ച്ചെടുക്കാം. ഇതുമായിട്ട് ലൈനിങ് ആയിട്ട് വെച്ചിട്ട് മറിച്ചാണ് എടുക്കുന്നത്. ഇതുപോലെ വെച്ച് ബാക്കി ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറത്തുകൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കും. ഇനി ഇത് തമ്മിൽ നല്ല വശവും കൂടെ ചേർത്ത്, ഇത് ഷോൾഡറിൻ്റെ അവിടെ ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗമല്ല, അത് ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് വെച്ചിട്ട് നമുക്കിതിങ്ങനെ തയ്ച്ചു കൊടുക്കാം. തയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാൻഡിനേക്കാളും വലുതോ ചെറുതോ ഒക്കെ ആണെങ്കിൽ നമുക്ക് പ്ലീറ്റ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ വലുതാണെങ്കിൽ, ബാൻഡ് വലുതാണെന്നുണ്ടെങ്കിൽ പ്ലീറ്റ് ഒരെണ്ണം ഇളക്കിയതിന് ശേഷം വേണം നമുക്കിത് ജോയിൻറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിൽ നിവർത്തി വെച്ചതിന് ശേഷം ഈ ബാൻഡിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റിച്ച് കൂടെ പതിഞ്ഞിരിക്കുന്നതിനായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ പഫ് കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടും. നമ്മളിതിനി സ്ലീവ് അറ്റാച്ച് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത്രയാണ് പഫ് സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.